ഹായ്, ഞാൻ അഫ്രിൻ അസ്ലം. ഞാൻ PPMHS കൊട്ടുകരയിലാണ് പഠിക്കുന്നത്. ഹായ്, ഐ എം ഫാത്തിമ റിൻഷ ഫ്രം PPMHS കൊട്ടുകര. ഞാൻ അമൽ മുഹമ്മദ്. ഹായ്, ഞാൻ ഹാത്തിം ഹംസ. ഞാൻ ഈ വർഷം NTSE സ്റ്റേജ് 1 ക്വാളിഫൈ എനിക്ക് സാധിച്ചു. ഞാൻ കൊല്ലത്തെ NTSE സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്തത്. അങ്ങനെ എനിക്ക് NTSE സ്റ്റേജ് 1 എക്സാം ക്വാളിഫൈ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ NTSE സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. അലാൻ്റെ ക്രാഷ് കോഴ്സിനായിരുന്നു ഞാൻ ചേർന്നിരുന്നത്. അലാൻ്റെ ക്രാഷ് കോഴ്സ് എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മാത്സിലും മാറ്റിലൊക്കെ എൻ്റെ സ്കോർ വർദ്ധിപ്പിക്കുന്നതിൽ അലാൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരുടെ മെറ്റീരിയൽസും എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ക്ലാസ്സുകൾ അത്രയേറെ മികച്ചതായിരുന്നു. ഏറ്റവും ഫേവറേറ്റ് ആയ ടീച്ചർ എന്ന് പറഞ്ഞാൽ ബയോളജി എടുത്ത ആഷിഖ് സാറാണ്. എനിക്ക് ബയോളജി ഭയങ്കര ടഫായിരുന്നു. ആഷിഖ് സാർ ബയോളജി കാണാതെ പഠിക്കാതെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു രീതിയിൽ ക്ലാസ് എടുത്ത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇക്ബാൽ സാറും അജ്മൽ സാറൊക്കെ ഫിസിക്സ് മാത്സ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് സഹായിച്ചിട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാർ ഇക്ബാൽ സാറാണ്. മാത്സ് ആയിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. മാത്സ് വളരെയേറെ ഭംഗിയായി അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. കോൺസെപ്റ്റുകളെല്ലാം വളരെ ലളിതമായി നമ്മളെ മനസ്സിൽ ഉറപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളായിരുന്നു. എനിക്ക് പിന്നെ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെൻ്റൽ എബിലിറ്റി പഠിച്ച ഷഫീർ സാറും പിന്നെ കെമിസ്ട്രി പഠിപ്പിച്ച ഫസുല്ല സാറിനൊക്കെയാണ്. കാരണം മെൻ്റൽ എബിലിറ്റി അങ്ങനെ ഒരു വൈറ്റ് ബോർഡ് മേലൊക്കെ അങ്ങനെ ചെയ്തു വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ അത് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഈസിയായ സബ്ജക്റ്റ് ഒന്നുമല്ല. അത് കുറച്ച് ലോജിക്കൊക്കെ ട്രൈ ചെയ്ത് ഉപയോഗിക്കേണ്ട സബ്ജക്റ്റാണ്. അപ്പോൾ ലോജിക്ക് ഇല്ലെങ്കിലും ആ ലോജിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഒരു ലെവൽ അതിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് തീർച്ചയായും സാധിക്കും. എനിക്ക് തന്നെ അത്യാവശ്യം മാർക്കുണ്ട് മെൻ്റൽ എബിലിറ്റി. ഞാൻ ഒരുപാട് പ്രാക്ടീസും ചെയ്തിരുന്നു. അങ്ങനെ സാറിൻ്റെ ക്ലാസ്സസൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പിന്നെ കെമിസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ആ കെമിസ്ട്രി ക്ലാസ് കേട്ടപ്പോൾ തന്നെ, അതായത് 10ാം ക്ലാസ്സിന് ഉപരി +1 എത്തിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കോൺസെപ്റ്റ്സൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ അത് ഒരുപാട് സഹായിച്ചു. ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഫ്യൂച്ചർ പ്ലാൻസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളായി. അതായത് നമുക്ക് വല്ലാണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും വലിയൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. കാരണം എന്തെല്ലാം കോഴ്സസാണ് ഉള്ളത് എന്നൊന്നും വലിയൊരു ധാരണ ഇല്ലായിരുന്നു. പക്ഷേ ഈ കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം കുറേ വെബിനാഴ്സും ഇതെല്ലാം അറ്റൻഡ് ചെയ്തത് കാരണം ഇപ്പോൾ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലൊരു പ്ലാനുണ്ട്. ഈ ക്രാഷ് കോഴ്സിന് ചേർന്നുകൊണ്ട് തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലെ വിഷയങ്ങളിൽ SSLCക്ക് മികച്ച മാർക്ക് നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. A+ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ശേഷം ഇനി ഒരുപാട് കുട്ടികൾ NTSE എഴുതാനുണ്ട്. അവർക്കൊക്കെ അത് ലഭിക്കാനുമുണ്ട്. അതുകൊണ്ട് ഇലാൻ്റെ കോഴ്സസ് ഞാൻ അവർക്ക് തീർച്ചയായും സജസ്റ്റ് ചെയ്യും. കാരണം അവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് അത്ര ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഒരു ടെക്നോളജി ഉപയോഗിച്ച് മാക്സിമം നമ്മളെ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് അതിലുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും സ്വാഭാവികമായിട്ട് അറിയില്ല. നമ്മൾ സ്കൂളിലൊക്കെ പോയി. ബട്ട് ഈ ഒരു കോവിഡ് കാലത്തൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്കത് ഏകദേശം മനസ്സിലായി വന്നിട്ടുണ്ടാവും. കാരണം ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സഹായം ഉണ്ടെന്ന് മനസ്സിലാക്കാനും. അതുകൊണ്ട് തന്നെ ഇലാൻ്റെ കോഴ്സസ് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. കാരണം അവരുടെ ക്ലാസ്സസൊക്കെ പറഞ്ഞതുപോലെ ഭയങ്കര ഹൈ ലെവൽ തന്നെയാണ്. ഒരു NTSE കോഴ്സ് എന്നൊക്കെ ഒരു നിലയിൽ ഒരു ഹൈ ലെവൽ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ഇതൊരു SSLC പോലെ ഒരു 90% മുകൾക്ക് മാർക്ക് വാങ്ങുന്നതിലുപരി മുകളിൽ നിന്ന് ആദ്യത്തെ 200 റാങ്കിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ ഒരു IAS എക്സാമുകളൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം തോറ്റാലും നമുക്ക് വീണ്ടും വീണ്ടും ഒന്നും കൂടിയും ട്രൈ ചെയ്യാം മിസ്റ്റേക്ക് മനസ്സിലാക്കി. ബട്ട് ഇതൊരൊറ്റ പ്രാവശ്യം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, ഒരൊറ്റ ചാൻസ്. അപ്പോൾ ആ ഒരു ചാൻസ് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഒരു ബേസിക്കായി തന്നെ നന്നായി മനസ്സിലാക്കി അതിൻ്റെ കൂടെ തന്നെ പോയി എങ്ങനെയൊക്കെയാണ് നമ്മളെ ലെവലിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാം. ഞാൻ ഇത് എലൻസ് എഞ്ചിനീയേഴ്സ് മറ്റുള്ള NTSE പോലുള്ള എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ളൊരു കഴിവ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. കിട്ടും പക്ഷെ നേരത്തെ തുടങ്ങണം.